നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും മാനേറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ മാസം യു കെ ഗവൺമെന്റ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് യു കെയിലേക്കുള്ള ഇമിഗ്രേഷൻ നിയമങ്ങളിൽ അവർ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പ്രധാനമായിട്ട് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നമുക്കറിയാമല്ലോ, യു കെയിലെ റീഫോം ശക്തമായപ്പോൾ, അതായത് കുടിയേറ്റത്തിന് എതിർക്കുന്ന പാർട്ടിയായ റീഫോം ശക്തമായപ്പോൾ ലേബർ പാർട്ടിയും കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ അവർ കുറച്ചധികം നിർദ്ദേശങ്ങൾ ഇമിഗ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരുന്നു. അതിൽ നമ്മുടെ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് കുടിയേറിയവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡൻസി കിട്ടുന്ന കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമാക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷെ അവരന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല നിലവിൽ യു കെയിൽ എത്തുന്നവരെ അത് ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ അതിനുശേഷം BBC-യുടെ ഒരു ന്യൂസും അതുപോലെ തന്നെ ഗവൺമെന്റ് ടെക്നിക്കൽ അനക്സ് പേപ്പറിലും നിലവിലുള്ളവരെയും ബാധിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യു കെയിൽ ഒരു പെറ്റീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് യു കെ ഗവൺമെന്റ് ഒരു പെറ്റീഷൻ, അതായത് നിലവിൽ യു കെ ഉള്ളവർക്ക് 5 വർഷം കൊണ്ട് തന്നെ PRL ആക്കണം, അത് 10 വർഷമാക്കരുത്. അങ്ങനെ 10 വർഷമാക്കിയാൽ ഇവിടെ എത്തിയവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം യു കെ ഗവൺമെന്റ് ആ പെറ്റീഷന് പ്രതികരിച്ചിരിക്കുകയാണ്. കാരണം ആ പെറ്റീഷന് ഏകദേശം 1,43,000-ഓളം പേര് അത് സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഗവൺമെന്റ് അതിന് റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. അവിടെയും നമ്മൾ വളരെ വിഷമത്തോടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഗവൺമെന്റ് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി, അതായത് ഇവിടെ നിലവിലുള്ളവരെ അത് ബാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ എസ് ഓർ നോ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം അവർ വളരെ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് എന്നുള്ളത് ഒരു അവകാശമല്ല, അതും അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രിവിലേജ് മാത്രമാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ അവരുടെ ആ റിപ്പോർട്ടിനകത്ത് അവർ കഴിഞ്ഞ വർഷങ്ങളിൽ യു കെയിലേക്ക് ക്രമാതീതമായിട്ട് ആൾക്കാർ വന്ന കാര്യവും 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ എത്തിയവരെല്ലാം തന്നെ ഇപ്പോൾ PR ലഭിച്ചു, അത് 1,00,000-ന് മുകളിൽ ആൾക്കാർക്ക് പെർമനന്റ് റെസിഡൻസി ലഭിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് 2021 തൊട്ട് 25 വരെയുള്ള കാലഘട്ടത്തിൽ യു കെയിലേക്ക് ക്രമാതീതമായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അന്നേരം അവർക്കെല്ലാം PR കിട്ടുക എന്നുള്ളതൊരു വളരെ വലിയൊരു സംഖ്യ ആയിരിക്കും എന്നുള്ള രീതിയിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് PR കിട്ടുന്നവരുടെ എണ്ണം കുറയ്ക്കണം എന്ന് തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നതാണ് ആ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ അവർ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈ 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കിയാലും നമ്മൾക്ക് അത് കുറയ്ക്കാനുള്ള മാർഗങ്ങളുണ്ട്. അതായത് പോയിന്റ് ബേസ് സിസ്റ്റമാണ് അവരിവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം ആ പോയിന്റ് ബേസ് സിസ്റ്റം വഴി 10 വർഷം എന്നുള്ളത് എല്ലാവർക്കുമല്ല, പോയിന്റ് ബേസ് സിസ്റ്റം വഴി പോയിന്റുകൾ കിട്ടുന്നവർക്ക് 5 വർഷം കൊണ്ട് തന്നെ PR കിട്ടുന്ന ഓപ്ഷനും ഉണ്ടെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല എന്താണ് ഈ പോയിന്റ് ബേസ് സിസ്റ്റം എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം അവർ എടുത്തു പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ ഇതുവരെ പെർമനന്റ് റെസിഡൻസി കൊടുത്തിരുന്നത്, അതായത് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ കൊടുത്തിരുന്നത് ഇവിടെ സ്പെൻഡ് ചെയ്ത കാലാവധി നോക്കിയായിരുന്നു. അതായത് ഓരോ വിസയ്ക്കും പ്രത്യേക കാലാവധികളുണ്ട്. നോർമലി നമ്മൾ Tier 2 സ്കിൽഡ് വർക്കർ വിസയിൽ വരുമ്പോൾ നമ്മൾ 5 വർഷമാണ് യു കെയിൽ പെർമനന്റ് റെസിഡൻസി കിട്ടുന്നതിന് വേണ്ടി നിൽക്കേണ്ടത്. ഇപ്പോൾ ഗവൺമെന്റ് ആ ഒരു തീരുമാനം മാറ്റുകയാണ്. അതായത് ഈ 5 വർഷം കൊണ്ട് PR കിട്ടുന്ന തീരുമാനം മാറ്റി അതിന് പകരം യു കെയിലേക്ക് നമ്മൾ കൊടുക്കുന്ന സംഭാവനയ്ക്ക് അനുസരിച്ച് നമ്മളുടെ പെർമനന്റ് റെസിഡൻസി കാലാവധി കൂട്ടുന്ന രീതിയിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർമർ അന്നൊരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഡോക്ടേഴ്സിനെയും നേഴ്സിനെയും എഞ്ചിനീയേഴ്സിനെയും ഒക്കെ ഇതിനകത്ത് ഒഴിവാക്കും എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നത് പോയിന്റ് ബേസ് സിസ്റ്റത്തിൽ അവർക്ക് കൂടുതൽ പോയിന്റുകൾ കിട്ടുന്ന രീതിയിലുള്ള സമീപനമായിരിക്കും അവർ സ്വീകരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അന്നേരം ഇപ്പോഴും വ്യക്തമായിട്ട് അറിയില്ല ആർക്കൊക്കെയാണ് പെർമനന്റ് റെസിഡൻസി കാലാവധി 10 വർഷമായിട്ട് കൂട്ടാൻ പോകുന്നതെന്ന് അവർ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ലാരിറ്റിയും ഇതുവരെ ഇല്ല. പിന്നെ മറ്റൊരു കാര്യം അവരെടുത്ത് പറഞ്ഞിരിക്കുന്നത്, അവർ കൺസൾട്ടേഷൻ നടത്തി ഈ വർഷം തന്നെ അതിന്റെ തീരുമാനം എടുക്കും എന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് അവർ ഇന്നും മെൻഷൻ ചെയ്തിട്ട് ഇന്നലെ മെൻഷൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ യു കെയിലുള്ളവർക്ക് ട്രാൻസിഷണൽ അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് അവർ പഠിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ നിലവിലുള്ളവർക്കും ഇത് ബാധകം ആകും എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് ട്രാൻസിഷണൽ അറേഞ്ച്മെന്റ്സ് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ എന്താണ് ട്രാൻസിഷണൽ അറേഞ്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെ വ്യക്തമല്ല. കാരണം നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ, യു കെയിൽ എത്തിയവർക്ക് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് പെർമനന്റ് റെസിഡൻസി നേടുക എന്നുള്ളത്. ഈ പെർമനന്റ് റെസിഡൻസി നേടിക്കഴിഞ്ഞാൽ യു കെയിലെ എല്ലാ ബെനിഫിറ്റുകൾക്കും നമുക്ക് അർഹത ലഭിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് യു കെയിൽ നമുക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പാസ്പോർട്ട് ഇവിടെ ലഭിച്ചു കഴിഞ്ഞാൽ. അതായത് ഇവിടുത്തെ ബെനിഫിറ്റുകൾക്കെല്ലാം നമ്മൾ അർഹരാകുകയാണ്. അന്നേരം ഇപ്പോൾ യു കെ ഗവൺമെന്റ് കണ്ടെത്തിയിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 5 വർഷം കൊണ്ട് PR ലഭിക്കുന്നവര് ഇവിടുത്തെ സമൂഹമായിട്ട് കൂടിച്ചേരാൻ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, ഇവിടെ PR ആയാൽ പോലും ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് യാതൊരുവിധ സംഭാവനകളും നൽകുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്.
യുകെയിലെ പെർമനന്റ് റെസിഡൻസി ലഭിച്ച് ആ ബെനിഫിറ്റ് സിസ്റ്റത്തിലേക്ക് കടക്കണമെങ്കിൽ അതിന്റെ കാലാവധി 10 വർഷമാക്കി കൂട്ടും എന്ന് തന്നെയാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇതിൽ തന്നെ പോയിന്റ് ബേസ് സിസ്റ്റം വഴി പെട്ടെന്ന് ആകാനുള്ള ഓപ്ഷൻസും ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഒരു കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല, എന്തുകൊണ്ടാണ് യുകെ ഗവൺമെന്റ് ഇതുവരെ വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഇതിന് തരാത്തത് എന്ന്. യുകെയിലെ പാർലമെന്റിൽ പലപ്പോഴും പല എംപിമാരും പല എക്സാമ്പിൾസ് വെച്ച് ഇതിന്റെ ക്വസ്റ്റ്യൻസ് പാർലമെന്റിൽ ചോദിച്ചപ്പോഴൊക്കെ അവര് എങ്ങും തൊടാതെയുള്ള ആൻസർ ആണ് തന്നിരുന്നത്. ഇപ്പോൾ ഈ ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പെർമനന്റ് റെസിഡൻസി ലഭിച്ചു കഴിഞ്ഞാൽ ഇവർ പലരും ഇപ്പോൾ ചെയ്യുന്ന ജോലികൾ ഉപേക്ഷിച്ച് മറ്റു ജോലികളിലേക്ക് പോകും. അങ്ങനെ ജോലികൾ ഉപേക്ഷിച്ച് മറ്റു ജോലികളിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ ജോലികൾ, അതായത് ആ ജോലികൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി വീണ്ടും വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ വീണ്ടും ക്രമാതീതമായിട്ട് കൂടുമെന്നാണ് അവർ ഒരു റീസൺ ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ റീസൺ ആയിട്ട് അവർ പറയുന്നത്, ഇങ്ങനെ ഇവർക്കെല്ലാം പെർമനന്റ് റെസിഡൻസി കിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ഇവിടുത്തെ ബെനിഫിറ്റ് സിസ്റ്റത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വളരെ വരുമാനം കുറഞ്ഞ ജോലി ചെയ്യുന്നവരെല്ലാം തന്നെ ആ ജോലി നിർത്തുകയും യുകെ ഗവൺമെന്റ് ബെനിഫിറ്റ് വാങ്ങിച്ച് ജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ യുകെ പോലെ രാജ്യത്തേക്ക് കുടിയേറി വന്നവരാണ്. അന്നേരം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ യുകെ ഗവൺമെന്റ് മുൻഗണന കൊടുക്കുന്ന അവിടുത്തെ സിറ്റിസൺസിനായിരിക്കും. അവർക്ക് പ്രയോജനപ്പെടുന്ന നിയമങ്ങളായിരിക്കും അവർ കൊണ്ടുവരുന്നത്. നമ്മൾ കുടിയേറി വന്നവര് നമുക്കിവിടെ ഒരു ജോലിക്ക് വന്നാൽ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് അവകാശം ചോദിക്കാം. പക്ഷേ ഓരോ രാജ്യങ്ങളും അവരുടെ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ കുടിയേറി ഇവിടെ ജോലിക്ക് വരുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മളെപ്പോഴും യുകെയിലേക്ക് വരുമ്പോൾ നമുക്ക് അവകാശങ്ങളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ അതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. യുകെ ഗവൺമെന്റിന് എപ്പോൾ വേണേലും അവരുടെ നിയമങ്ങൾ മാറ്റാം. ഇപ്പോൾ പലരും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, പണ്ട് HSMB വിസക്കാർ ഇങ്ങനൊരു നിയമം വന്നപ്പോൾ അതിനെ പൊരുതി തോൽപ്പിച്ചു എന്നുള്ളത്. HSMB വിസ എന്ന് പറഞ്ഞാൽ ആദ്യം 1 വർഷത്തേക്ക് കിട്ടും, പിന്നെ 3 വർഷത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് 4 വർഷമായിരുന്നു. ആ 4 വർഷം കഴിയുമ്പോൾ പെർമനന്റ് റെസിഡൻസി കിട്ടുമെന്നായിരുന്നു അവരുടെ കണ്ടീഷൻസ്. ഇവിടെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, HSMB വിസ കൊടുക്കുമ്പോൾ അവരുടെ ഒരു പ്രീ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ UK നിങ്ങളുടെ മെയിൻ റെസിഡൻസ് ആക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ. അതായത് HSMB വിസ കിട്ടണമെങ്കിൽ UK നിങ്ങളുടെ മെയിൻ ഹോം ആക്കണം എന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അവർ HSMB വിസ എടുത്ത് യുകെയിലേക്ക് വന്നത്. യുകെ ഗവൺമെന്റ് മുൻകൂർ ഗ്യാരണ്ടി കൊടുത്തതായിട്ട് കോടതി കണ്ടെത്തുകയും അതുകൊണ്ട് തന്നെ അവർക്ക് പെർമനന്റ് റെസിഡൻസി കൊടുക്കണമെന്ന് കോടതി വിധിച്ചു. പക്ഷേ നമ്മൾ സ്കിൽഡ് വർക്കർ വിസയിൽ വരുമ്പോൾ നമ്മുടെ അടുത്ത് ഒരിക്കലും അവർ ആവശ്യപ്പെടുന്നില്ല UK നിങ്ങളുടെ മെയിൻ ഹോം ആക്കണമെന്ന്. നമ്മൾക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ല, UK നിങ്ങളുടെ മെയിൻ ഹോം ആക്കണമെന്ന്. യുകെയിൽ നിങ്ങൾക്ക് വർക്കിന് വരാം എന്നുള്ളതേ ഉള്ളൂ. യു മേ ബി എലിജിബിൾ ഫോർ പെർമനന്റ് റെസിഡൻസി ആഫ്റ്റർ 5 ഇയർ എന്നേ ഉള്ളൂ. അവിടെയും മേ ബി എന്നുള്ളതാണ്. അന്നേരം HSMBക്കാരുടെ വിസയിലുള്ള ആ ഒറ്റ ക്രൈറ്റീരിയ കൊണ്ട് മാത്രമാണ് HSMBക്കാർ അവരുടെ ആ കേസ് അന്ന് വിജയിച്ചത്. അന്നേരം HSMB വിസ ഹോൾഡേഴ്സിന്റെ കാര്യങ്ങൾ എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നവരെല്ലാം തന്നെ HSMB വിസയുടെ ക്രൈറ്റീരിയാസ് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ HSMB വിസയെ കുറിച്ചും അല്ലെങ്കിൽ അവർക്ക് അവരുടെ കേസ് നടത്തി അവർ വിജയിച്ചു എന്നുള്ളതൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.